ഹായ്, അബൌട്ട് ബ്ലൂ ഹിൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തമിഴ്നാട്ടിലെ നീലഗിരിയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതാ എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടല്ലോ, മനസ്സിലായില്ലേ? ഗ്രാമ്പുവാണിത്. ഇന്ന് നമുക്ക് ഗ്രാമ്പു ഹാർവെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഗ്രാമ്പ് പറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള റോട്ടിൽ കുറേ നടന്ന് പോകാനുണ്ട്. അപ്പോൾ ഇടയിലൊരു കാട്ടരുവി ഉണ്ട്. ഈ കാട്ടരുവി എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളമാണ്. ഇത് കാട്ടുമൃഗങ്ങളൊക്കെ വന്നിട്ട് വെള്ളം കുടിച്ച് പോണൊരു അരുവിയാണിത്. ആനയും മറ്റ് മൃഗങ്ങളൊക്കെ വന്നിട്ട് വെള്ളം കുടിച്ച് പോകും. അപ്പോൾ ഇവിടുന്ന് നല്ല തണുപ്പാണ് വെള്ളം. കണ്ട ഈ വഴിയിൽ ആന വന്നിട്ട് ഇതാ ആനൻ്റെ പിണ്ടം കെടുക്കണുണ്ടില്ലേ, ഇത് ആനപ്പിണ്ടാണ്. ഇതിൻ്റെ മേലെ കൂടി വണ്ടി കയറി ഇറങ്ങിയിട്ടേ പിണ്ടൊക്കെ ചതഞ്ഞിക്കണം. അപ്പോൾ ആനനെ കാണാൻ പറ്റിയില്ലെങ്കിലും ആനപ്പിണ്ടത്തെ കാണിച്ചു തരാൻ പറ്റി. ഓക്കെ, ഇതാ ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ കിടക്കുന്നുണ്ട് ആനപ്പിണ്ടാണ് ഈ കിടക്കുന്നതൊക്കെ. നല്ല തെളിവെള്ളം കേട്ടോ, നല്ല തണുപ്പുമുണ്ട് വെള്ളം. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ അയ്യൂബുണ്ട്. അയ്യൂബിൻ്റെ തോട്ടത്തിലാണ് ഗ്രാമ്പൂവിൻ്റെ മരം ഉള്ളത്. എൻ്റെ തോട്ടത്തിലൊന്നും ഗ്രാമ്പൂവിൻ്റെ മരമില്ല. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഗ്രാമ്പു പറിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ആ തോട്ടത്തേക്ക് പോണ വഴിയാണിത്. ജീപ്പ് കൊണ്ടും പോവാം. നമ്മളെ വണ്ടിയിൽ ടയർ ഒന്ന് കാറ്റ് വളരെ കമ്മിയാണ്, അപ്പോൾ വണ്ടി എടുത്തിട്ടില്ല, നടന്നിട്ടേ പോയി. അപ്പോൾ ഇതാണ് ഗ്രാമ്പൂവിൻ്റെ മരം. അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാനും അയ്യൂബും കൂടിയാണ് ഈ മരത്തുമുള്ളതൊക്കെ പറിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തിലേറെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഇല്ല, എന്നാലും ഉണ്ടായിട്ടുണ്ട്, അത്യാവശ്യമുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ മരമാണിത്. ഉണ്ടോ, കയറി പറിക്കണം. ഇപ്പോൾ നോമ്പായതുകൊണ്ട് കയറി പറിക്കലൊന്നും നടക്കില്ല. താഴത്ത് നിന്നിട്ട് തന്നെ പറിക്കാം. താഴത്ത് നിന്ന് അത്യാവശ്യം കിട്ടുന്നത് മാത്രം പറിക്കാം. വീട്ടാവശ്യത്തിനുള്ളതാണ് ഇപ്പോൾ പറിച്ചെടുക്കുന്നത്. നല്ല വെയിലുമുണ്ട്. അപ്പോൾ അത്യാവശ്യം കയ്യെത്തുന്ന ദൂരത്തുള്ളതൊക്കെ പറിച്ചിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് ഗ്രാമ്പ് പറിച്ചെടുക്കൽ. ഈ കൊലയായിട്ട് ഇങ്ങനെ പറിക്കും. പിന്നെ ഇത് ലാസ്റ്റ് നമ്മൾ കുത്തിയിട്ട് മണിയാക്കും. അത് കാണിച്ചു തരാം വീഡിയോൻ്റെ ലാസ്റ്റ്. ഇത് കുത്തി മണിയാക്കണത് ഉണ്ടാവും കേട്ടോ. ഞാൻ ഗ്രാമ്പ് പറിച്ചിടാൻ ഒരു കവർ എടുക്കാൻ മറന്നുപോയി. അത് കാരണം ഇപ്പോൾ തുണിയിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കുക. പറിച്ചത് അങ്ങനെ തുണി കണ്ടിട്ടുണ്ട്. ഇനി കറൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മാറ്റും ചെയ്യാം. അങ്ങനെ കൊലയായിട്ടാണ് പറിച്ചെടുക്കുക കേട്ടോ. തൽക്കാലം തുണി തന്നെ കിടക്കട്ടെ. കണ്ടോ, ഇങ്ങനെ കൊത്തായിട്ടുണ്ടാവും. ഓരോ കൊത്തങ്ങനെ പറിച്ചെടുക്കുക. മുകളിൽ കയറി പറിക്കപ്പോൾ പറ്റൂല. അത് നമ്മളെ കൂട്ടുകാരൻ ഖലീലാണ്. ഖലീലുണ്ട്. ഖലീലിനെ കൊണ്ട് കുറച്ച് നേരം പറിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഖലീലും അവൻ്റെ തുണി തന്നെയാണ് ഇടുന്നത്. ഇതൊരു കാപ്പിത്തോട്ടമാണ്. കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിലാണ് ഈ ഗ്രാമ്പ് വെച്ചിട്ടുള്ളത്. കണ്ടോ, കാപ്പിയും കുരുമുളകും ഉണ്ട് ഈ തോട്ടത്തിൽ. അപ്പോൾ ഈ മേലെ കാണുന്ന ഈ സാധനമാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇതിപ്പോൾ പാകമാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വിരിയാൻ പാടില്ല. റെഡ് കളർ വരും. റെഡ് കളർ വരാൻ പാടില്ല. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി. ഇത് റെഡ് കളർ കയറിയതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അത് പാകമാണ്. എരിവ് മുട്ടിൻ്റെ ഉള്ളിലാണ് എരിവ്. മുട്ടിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ എരിവും ഇതിൻ്റെ സ്പൈസസ് കറക്റ്റായിട്ട് കിടക്കുന്നത്. ഉണ്ടോ, ഇതാണ് ഇപ്പോൾ പാകം. കറക്റ്റാണ്. ഇപ്പോൾ കറക്റ്റ് പാകത്തിലാണ്. എത്ര ദിവസം ഉണങ്ങേണ്ടി വരും? ഇത് സ്മോക്ക് ഹൗസിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം ഉണങ്ങിയാൽ കറക്റ്റാവും. സ്മോക്ക് ഹൗസിലിട്ടിട്ടാണ് ഇത് ഉണക്കൽ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കളറ് നമുക്ക് കിട്ടും. നമ്മൾ കുറച്ചുണ്ടെങ്കിൽ വെയിലത്തല്ലേ ഇടുക? കുറച്ച് ഉണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ മേലെ അല്ലെങ്കിൽ വെയിലത്തോട്ട് ഉണക്കാം. പക്ഷേ ക്വാളിറ്റി കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്മോക്ക് ഹൗസിലിട്ടിട്ട് ഉണക്കണം, ഇല ഉണക്കണ പോലെ. അപ്പോൾ ഇതിൻ്റെ നല്ല ബ്ലാക്ക് കളറ് വരും.
ഇത് എസൻസ് ഒന്നും എടുക്കാത്തതാണ് ഇപ്പം. മറ്റേതൊരു ബ്രൗൺ കളർ വരും. അപ്പോൾ അതിൻ്റെ എസൻസ് എടുത്തതായിരിക്കും. കളറ് വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് ഉള്ളത്. ശരിക്കും കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഞാൻ ഗ്രാമ്പു പറിച്ചത് എന്ത് ചെയ്തു, നേരെ ജമാലാക്കാൻ്റെ വീട്ടിൽ കൊടുന്നു. നമ്മളെ കൂട്ടുകാരനാണ് ജമാലാക്ക. ജമാലാക്കാൻ്റെ വീട്ടിൽ കൊടുന്നിട്ട് ഇത് കുത്താന്ന് വിചാരിച്ചു. അപ്പോൾ ജമാലാക്ക കുത്താൻ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കുത്തലിത്. കൈയിൻ്റെ ഉള്ളനടിക്ക് ആ കൊത്ത് വെച്ചിട്ട് ഒരു കുത്താണ്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം വേറെ തിരിയും, മണിമണിയായിട്ട് കിട്ടും. അപ്പോൾ ജമാലാക്കി ഞാനും കൂടി ബാക്കിയുള്ളതും കൂടിയാണ് കുത്തി മണിയാക്കിയിട്ടേ ജമാലാക്കാൻ്റെ വീട്ടിൽ തന്നെ വെച്ച് കൊടുത്താൽ മൂപ്പര് ഉണക്കി തരും. പിന്നെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയാൽ മതിയല്ലോ. കയ്യിൻ്റെ ഉള്ളനടിയിൽ വെക്കുക, ഒരു കുത്താണ്ട് കൊടുക്കുക, ഒക്കെ വേറെ തിരിഞ്ഞ് വരും. നല്ല സ്മെല്ലാണ് കേട്ടോ അത്. ഇപ്പം തന്നെ ഇതിങ്ങനെ ഞങ്ങൾ കുത്തി മണിയാക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ്. മരത്തുമ്മ ഇനിയും ഒരുപാട് പറിക്കാണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറിച്ച് ഒരു ചാക്ക് കിട്ടിയതാണ്. ഇപ്രാവശ്യവും ഏകദേശം ഒരു 3/4 ചാക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫൈനലി ഇങ്ങനെയാണ് ഇത് കുത്തി മണിയാക്കിയാൽ വരുന്നത്. ഇതാണ് ഇനി ഉണക്കേണ്ടത്. നല്ല ക്വാളിറ്റിയുള്ള ഗ്രാമ്പു. അതിൻ്റെ തലപ്പത്തൊക്കെ നല്ല ബോളുണ്ട്, നല്ല ഷേപ്പിൽ. ഇതതിൻ്റെ നെട്ടിയാണ്. ഈ നെട്ടിയും വിൽക്കുക. ഇത് ഉണക്കിയിട്ട് ഇതും എടുക്കാൻ ആളുണ്ട്. ഇതാണ് നമ്മളെ നാട്ടിലേക്കൊക്കെ ഗരം മസാലയിൽക്കൊക്കെ പൊടിച്ചിട്ട് വരുന്നത്. ഈ നെട്ടിയാണ്. ആ നെട്ടിക്കും നല്ല സ്മെല്ലാണ്. ഓയിലെടുക്കാത്ത ഗ്രാമ്പുമാണ്. ഓയിലെടുക്കാത്തത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ടാവും. ഇത് ഉണക്കി കഴിഞ്ഞാലും നല്ല എരിവും ഉണ്ടാവും. നമുക്ക് നാട്ടിൽ കിട്ടുന്നതൊക്കെ കുറേയൊക്കെ ഓയിലെടുത്തതാവും കമ്പനിയിൽ നിന്ന്. അപ്പോൾ ഏറെക്കുറെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബായ്.